ഇടുക്കി വണ്ടിപ്പെരിയാർ തങ്കമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഒരാഴ്ച കഴിഞ്ഞിട്ടും കാട്ടിലേക്ക് തുരത്താനായിട്ടില്ല. വനംവകുപ്പ് സ്ഥാപിച്ച 2 കൂട്ടിലും കടുവ കയറുന്നില്ല. കടുവയുടെ കളി. മറയൂരിൽ 20ഓളം കന്നുകാലികളെ കൊന്ന കടുവയാണിത്. മറയൂരിൽ നിന്നും പിടികൂടി ഗവി മേഖലയിൽ തുറന്നുവിട്ട കടുവയാണ് ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് ഈ സംഭവം ചാടി പോകുമ്പോൾ നമ്മൾ വീട്ടിനകത്ത് കയറി, അല്ലെങ്കിൽ നമ്മൾ തീർന്നേനെന്ന്. ആൾക്കാരൊക്കെ പേടിയില്ല. ഇവിടെ താമസിക്കുന്നവരെല്ലാവരും പണിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. രാത്രിയായെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഒരാഴ്ച ആയ കാരണം ഇനി പെട്ടെന്ന് അടുത്ത നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. ട്രൈബൽ കോളനി ആയതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് പിടിച്ച് മൈക്കോടി വെച്ച് പിടിക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം. ട്രൈബൽ മേഖലയിൽ നിന്നും റേഷൻ മേടിക്കാനും അല്ലാതെ കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ ഈ വഴിക്കാണ് പോകുന്നത്. അവരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ മോശമായ ഉള്ള അന്തർസ്ഥലം ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഓൾറെഡി ഉള്ളതുകൊണ്ട് കടുവ എങ്ങോട്ട് നീങ്ങുന്നുള്ള വിവരവും ഇതെല്ലാം അപ്പോൾ മേലതരത്തിൽ അറിയിക്കുന്നുണ്ട്. നിർവാഹം ഇല്ലെങ്കിൽ ലാസ്റ്റ് മയക്കുപൊടി വെക്കേണ്ടി വരുമല്ലേ? അത് അവിടെ നിന്ന് തീരുമാനം എടുക്കണം. ആ തീരുമാനം അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, കടുവയെ പിടികൂടാനായിട്ടില്ല. നാട്ടുകാർക്കെല്ലാം ആശങ്കയാണ്. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. എന്ത് ചെയ്യും ഇനി? അരുണി, കടുവ ഒരു ചില്ലറക്കാരനല്ല. കാരണം മറയൂരിൽ 20ലധികം പശുക്കളെ കൊന്നൊരു കടുവയാണ്. അന്ന് അവിടെ ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ പരാതി ഉയർന്നതോടെയാണ് വനം വകുപ്പ് കൂട് വെച്ച് പിടികൂടുകയും 1 മാസം മുന്നേ ഗവിക്ക് സമീപമുള്ള വനമേഖലയിൽ തുറന്നു വിടുകയും ചെയ്തത്. പക്ഷേ അവിടുന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ച് വണ്ടിപ്പെരിയാറിന് സമീപമുള്ള തങ്കമലയിൽ ഈ പ്രശ്നമുള്ള മേഖലയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനം വകുപ്പ് പറയുന്ന കാര്യം, ഈ കാടിനുള്ളിൽ ഓരോ കടുവകൾക്കും ഓരോ ടെറിട്ടറി ഉണ്ട്. അപ്പോൾ അവരുടെ മേഖലയിൽ എത്തുമ്പോൾ ആ കടുവകൾ പരസ്പരം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഭയന്നാകാം ഒരുപക്ഷെ ഈ ജനവാസ മേഖലയിൽ എത്തിയതെന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും ഒരാഴ്ചയായി കടുവയെ പിടികൂടാനും കാട്ടിലേക്ക് തിരിച്ചയക്കാനും വനം വകുപ്പ് പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കടുവ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതേ പ്രദേശത്ത് ഇന്നലെ നമ്മൾ പോയതാണ്. 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആ പ്രദേശത്തിന് 100 മീറ്റർ ചുറ്റളവിൽ ആ കടുവയുണ്ടെന്ന് വനം വകുപ്പ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ കടുവയെ പിടികൂടിയപ്പോൾ റേഡിയോ കോളർ അതിൻ്റെ ശരീരത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് 100 മീറ്റർ പരിധിയിൽ ജനവാസ മേഖലയിൽ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്താൽ ഈ കൂട്ടിൽ കയറാത്തതാണ് പ്രതിസന്ധി. മറ്റ് നിർവാഹമില്ലെങ്കിൽ മയക്കുവെടി വെച്ചുകൊണ്ട് കടുവയെ പിടികൂടി വീണ്ടും വനമേഖലയിൽ തുറന്നുവിടാൻ തന്നെയാണ് വനം വകുപ്പിന്റെ തീരുമാനം. അതിന് കടുവയെ കണ്ടെത്തണം. ആദ്യം തന്നെ ഈ പ്രദേശം അല്പം കാട് കൂടിയ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് കണ്ടെത്തുക എന്നത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ആളുകളെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ അത്യാവശ്യം വിറക് ശേഖരിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട പരാതി. വനം വകുപ്പ് 24 മണിക്കൂറും അവിടെ തന്നെ തമ്പടിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ കടുവയ്ക്ക് നാട്ടിലിറങ്ങി ഇത്ര ഹാപ്പിനെസ് കിട്ടാനുള്ള കാര്യം എന്താണ്? നാട്ടിലുള്ളവരൊക്കെ ചൂട് കാരണം ആകെ വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. ഈ കടുവയാണെങ്കിലോ നാട്ടിൽ നിന്ന് കാട് കയറുന്നതുമില്ല.